നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രകാശിന്റെ പക്കല് ലക്ഷക്കണക്കിന് പണമുണ്ടല്ലോ. ഈ കുടുംബത്തിന്റെ മൂത്ത സന്തതി എന്ന നിലയിൽ എല്ലാ ചെലവുകളും നീ നടത്തണം. അതിന് നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ മനോജ് ഏറ്റെടുക്കണം. ഒരു സഹായം ചെയ്യണം. എന്താ വന്ദനയുടെ കഴുത്തിൽ ആ താലി ചാർത്തിയത് ആരാണെന്ന് കണ്ടെത്തി തരണം. അത് മോനെ, എതിർപ്പ് പറയരുത് മോനെ. എന്റെ വയറ്റിൽ പിറന്ന ആൺമക്കളോട് പറയാൻ പറ്റില്ല. അവരെ കുറ്റപ്പെടുത്തി എന്റെ മോളെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കും. മധുവേട്ടനറിഞ്ഞ തകർന്നു പോവും. ഇപ്പൊ ഇത് എനിക്കും വന്ദനയ്ക്കും മോനും മാത്രമേ അറിയൂ. വേറെ ആർക്കും അറിയില്ല. ആര് കള്ളം പറഞ്ഞാലും എന്റെ വന്ദന മോള് കള്ളം പറയില്ല. എനിക്കറിയാത്. ഞാനാണ് വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള സത്യം ചന്ദ്രികാമ്മയുടെ ഇപ്പൊ ഇവിടെ വെച്ച് തുറന്നു പറഞ്ഞാലോ? അതിനുള്ള ധൈര്യം കിട്ടുന്നില്ലല്ലോ ദേവി. മോനെന്താ ആലോചിക്കുന്നേ? അല്ല അല്ല, മോന് ബുദ്ധിമുട്ടാണെങ്കിൽ മറന്നേ കേട്ടോ. മോനിത് ആരോടും പറയരുത്. എന്റെ വന്ദന മോളുടെ ജീവിതം. ഇല്ലമ്മേ, വന്ദന അറിയാതെ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അമ്മയെ അറിയിച്ചിരിക്കും. ഇത് അമ്മയ്ക്ക് ജഗൻ തരുന്ന വാക്കാ. മതി മോനെ. അമ്മയ്ക്ക് ഒരു സഹായം കൂടി മോൻ ചെയ്തു തന്നാ മതി. അമ്മേ, അച്ഛൻ ഇത് എന്തു ഭാവിച്ച? വയസ്സാം കാലത്ത് ഞങ്ങളുടെ മക്കളെയൊക്കെ നാണം കെടുത്താനാണോ അച്ഛന്റെ ഭാവം? അച്ഛനാണെന്ന് കരുതി എന്തൊക്കെ കാണിക്കാമെന്നാണോ? ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ടാ ഈ വൃത്തികെട്ട പണിക്ക് പോയിരിക്കുന്നത്? അതാണോ കാര്യം? അച്ഛന് ഓട്ടോ ഓടിക്കുന്നത് അത്രയ്ക്ക് നാണക്കേടായി പോയോ? അതെ, നാണക്കെടു തന്നെയാ. ദേ, ഞാനേ മാധവൻ നായരുടെയും ചന്ദ്രികയുടെയും മൂത്ത മോളാണെന്നേ എന്നെ കെട്ടിക്കൊണ്ടുപോയ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ എന്നും സിറ്റിയിൽ വന്നു പോകുന്നവരുവാ. അവരെങ്ങാനും ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ എന്റെ അച്ഛനെ എങ്ങനെ ഇടിഞ്ഞു വീഴുവോ? കരിയും പുകയും കൊണ്ട് ജീവിച്ച ഒരു മെക്കാനിക്കിന്റെ മോള് തന്നെയാ നീ. അങ്ങനെ കിട്ടിയ വരുമാനം കൊണ്ടാ നിന്നെ കല്യാണം കഴിച്ച് അങ്ങോട്ട് അയച്ചത്. ഈ വീട്ടിൽ അടുപ്പ് പോഞ്ഞിരുന്നു തന്നെ ആ വണ്ടി പണിഞ്ഞ കാശ് കൊണ്ട് തന്നെയാ. അന്നൊന്നും തോന്നാത്ത നാണക്കേട് ഇപ്പൊ തോന്നുന്നത് എങ്ങനെയാ? അമ്മ എന്തൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞാലും അച്ഛൻ ചെയ്തത് തീരെ ശരിയായില്ല. മക്കളെ കൊച്ചാക്കുന്ന ഏർപ്പാട് അച്ഛൻ നിർത്തണം. വസന്തേച്ചി, മാന്യമായൊരു തൊഴില് ചെയ്ത് ജീവിക്കുന്നതില് നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ല. ആണോ? നിനക്ക് നാണക്കേട് വരാൻ ഒരു വഴിയില്ല. കണ്ണി കണ്ട വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്നതല്ലേ നിന്റെ അമ്മയുടെ തൊഴില്. ദേ വസന്തേച്ചി, ഒരുമാതിരി വൃത്തിയായിട്ട വർത്താനം പറയരുത്. എന്റെ അമ്മ അടുക്കളപ്പണി ചെയ്ത് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന സ്ത്രീയാ. അല്ലാതെ നിങ്ങളെ പോലെ കുടുംബ വീട് കയറി ഇറങ്ങി തിന്നുമുടിക്കുന്നവളല്ല. ഒന്ന് നിർത്ത്. എന്താ ഈ ബഹളം? എന്താ എന്താ ഒരു വട്ടമേശ സമ്മേളനം? നല്ല ക്ഷീണമുണ്ട്. ചൂടുവെള്ളത്തിലൊന്ന് പൊളിക്കണം.
അത് കഴിഞ്ഞ് കഞ്ഞിയും കഴിച്ചൊന്ന് വിശ്രമിക്കാം. അതെ, ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാനാ വസന്ത വന്നത്. അച്ഛനത് എന്തു ഭാവിച്ചോണ്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയത്? മക്കളെ സമൂഹത്തിൽ നാട്ടിക്കാനോ? ഒരു സഹോദരി ഞങ്ങളെ അത്യാവശ്യം നാറ്റിക്കുന്നുണ്ട്. അത് പോരാന്ന് തോന്നിയിട്ടാണോ അച്ഛനും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അച്ഛൻ മെക്കാനിക്കിന്റെ പണി ചെയ്യുന്നത് തന്നെ എന്റെ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. ഇനി ഓട്ടോ ഡ്രൈവറും കൂടി ആയ അതിന്റെ നാണക്കേട് എന്റെ അച്ഛന് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. ആ പണി വേണ്ടെന്ന എന്റെ അഭിപ്രായം. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചാ മതിയോ? ഇതിനൊക്കെ മറുപടി പറയണം. വന്ദനെ, മോൾക്ക് അച്ഛനോടൊന്നും ചോദിക്കാനില്ലേ? അച്ഛന്റെ മറുപടി കേട്ടിട്ടാവാം എന്റെ ചോദ്യം. ആ ശരി. അങ്ങനെ എന്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഞാൻ ഓട്ടോ ഓടിക്കുന്നതിൽ നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് നിർത്താം. പ്രകാശിന്റെ പക്കല് ലക്ഷക്കണക്കിന് പണമുണ്ടല്ലോ. ഈ കുടുംബത്തിന്റെ മൂത്ത സന്തതി എന്ന നിലയിൽ എല്ലാ ചെലവുകളും നീ നടത്തണം. അതിന് നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ മനോജ് ഏറ്റെടുക്കണം. പിന്നെ കടം വാങ്ങിയ മുഴുവൻ തുകയും ഉടനെ എനിക്ക് തിരിച്ചു തരണം. സ്വന്തം അച്ഛൻ കുറുപ്പിന്റെ അഭിമാനക്കേടോർത്ത് വിഷമിക്കുന്ന ഹരിതമോള് വിചാരിച്ച അത് നടക്കുമല്ലോ അല്ലേ? എന്താ ഹരിതമോളെ, പണം തിരിച്ചു തരുമോ? തരാൻ പറ്റില്ലല്ലേ? എന്നാ പിന്നെ എന്റെ മൂത്ത മോള് വസന്ത നല്ലൊരു തുക അച്ഛന് ചെലവിനായിട്ട് എണ്ണിത്തരണം. നിക്കടി, നീയല്ലേ എനിക്കെതിരെ യൂണിയൻ ഉണ്ടാക്കിയത്? അത് ഇനി ഞാനൊരു അഭിപ്രായം പറയാം. അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പണി തുടരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.